ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം. എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക്? നമ്മൾ എന്തിനു വന്നതാ? കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം, അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം, പെണ്ണെട്ടിയാ പിന്നെ മക്കളെ പ്രസവിക്കണം, പ്രസവിച്ചാ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോകണം. ഇത്രേ ഉള്ളൂ പലർക്കും ജീവിതത്തില്. അതിനുവേണ്ടി മാത്രം ആ പടച്ചോൻ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ. അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി, ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില. എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ ചില ഉമ്മാര് പറയലില്ലേ, 2 പെൺകുട്ടികളുണ്ട്, ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു, ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു. 2 ആൺകുട്ടികളുള്ളത്, ഒന്ന് രാമനാട്ടുകരയിലും കെട്ടി, വേറൊരുത്തം കൊണ്ടോട്ടിന്നും കെട്ടി. എല്ലാരും നല്ല നിലയിലായതുകൊണ്ട് ഇപ്പൊ വലിയ സമാധാന. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അതേ ഉള്ളൂ പറയാൻ. മൂത്തോന്റെ മോക്ക് 10A+ കിട്ടി, ഓള് ബാംഗ്ലൂരിൽ പഠിക്കുക. ഇളയോന്റെ മോള് ഇന്ന സ്ഥാപനത്തിലുണ്ട്. ചെറിയ മക്കള് എനിക്ക് 10 സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും. മക്കളെയും മരുക്കളെയും കണക്കേ ഉള്ളൂ. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല. ചിലർക്ക് പണമാ മുഖ്യം. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവം അവര് കാണിക്കുന്നത്. പണം വേണ്ട, പണമല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. ഞാനൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട്, മോനെ പെണ്ണെട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ ഡിമാൻഡ്? അതിന്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുർആന്റെ നടുക്കഷ്ണാന്ന്. എല്ലാരും അങ്ങനെയാന്നല്ലോ, ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും. ഒരു സാധു കുട്ടീനെ കിട്ടിയാ മതി, കാണാൻ ഇച്ചിരി വർക്കത്തുള്ള, അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ള ഒരു കുട്ടീനെ കിട്ടിയാ മതി. വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇല്ലട്ടോ. ഈ ചിന്തിക്കുന്നത് ചിലപ്പോ നബീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്കതില്ല, ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാ. ഇത് കേൾക്കുമ്പോ ആലോചന കൊണ്ടുവരുന്നോലും കരുതും അൽഹംദുലില്ലാ ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ. കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്മാന്റെ ചോദ്യം വേണം ചില പെൺകുട്ടികളെ നേരെ. അല്ലോളെ, എനക്ക് അമ്മമാരില്ലേ? ഓ, അമ്മമാരെ എനിക്കെന്താ തന്ന്? അമ്മനൊന്നും തന്നില്ല. എനിക്ക് ആങ്ങളാരില്ലേ? ഓ, ആങ്ങളാരെന്താന്ന് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടികളെ മനസ്സ് ബേജാറാക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളല്ലോ ചിലന്മാര്. അമ്മമാരെ കണക്കെടുക്കും, എളാപ്പാരെ കണക്കെടുക്കും, അതിൽ പൈസക്കാരെത്ര ഉണ്ടെന്ന് ചോദിക്കും, ഓലെന്തൊക്കെ തന്നെന്ന് പറയും. കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടടക്കുന്നവര്. പണമാ ചിലർക്ക് മുഖ്യം. പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട്. മക്കൾക്ക് പടച്ച തമ്പുരാന്റെ ദുനിയാവിലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലേ? കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കഥ കേൾക്കുമ്പോൾ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, കണ്ണു നിറയും. അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങൾ അന്വേഷിച്ച് ഷാമെന്നും സിറിയയിൽ എത്യോപ്യയിൽ നിന്നും 100 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പെങ്ങൾക്ക് ഞാൻ പുയ്യാപ്ലനെ കണ്ടിട്ടുണ്ട്. വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ, ആരാണ് അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ? ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ നട്ടുച്ച നേരത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത ചുരുളമുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്റെ പെങ്ങൾക്ക് ഞാൻ കണ്ട പുതിയാപ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ഇബ്നു റബാഹ. ആളുകൾ ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത്? നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന്? ആ ബാങ്ക് വിളിച്ച് താഴെ ഇറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു, ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ. ഇത് കേട്ട് രോമയിലേറ്റ് നിന്ന മുഅ്മിനീങ്ങൾ വീട്ടിൽ നിന്ന് പെണ്ണാലോചിക്കുമ്പോ ആദ്യം എന്താ നോക്കുക? തറവാട് എത്ര ഉണ്ട്? കുറെ നടക്കേണ്ടി വരുമോ? മുറ്റത്ത് വാഹനത്തുവോ? കിട്ടാനുള്ളത് പിന്നീട് എത്ര ഉണ്ട്? ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ചിലർക്ക് പണമാ മുഖ്യം, ചിലർക്ക് പദവിയാ മുഖ്യം, ചിലർക്ക് തറവാടാ മുഖ്യം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഈ പണം കൂടിയതിന്റെ പേരിൽ ആർക്കാ സ്വൈര്യവും സമാധാനവും കിട്ടിയത്? ഞാനൊരു തമാശ പറയാറുണ്ട്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ച ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും. ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി 1 മണിയും 12 മണിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ എനിക്കെന്നിങ്ങനെ ചിരി വരും. സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പൊക്കെ എന്നോട് ചെയ്ത എത്ര കാരുണ്യം എത്രയാണ്. കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്തുണ്ട്, മക്കള് 4 എണ്ണം തമ്മ് പെരുന്തല്ല, സ്വത്തിന്റെ പേര് തല്ല്.
മരിക്കുന്നത് വരെ ചില വാപ്പാര് സ്വത്ത് വീതം വെക്കാത്ത പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മ് തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ. അതുകൊണ്ടാ ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ 6 അടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതൽ ഓന്റെ മനസ്സിൽ ബേജാറാ. വാപ്പാനെ നോക്കിയതിന്റെ കണക്കിന്റെ പേരിലല്ല, വാപ്പ പോയല്ലോ എന്നുള്ള ബേജാറല്ല, മറിച്ച് വാപ്പാന്റെ സ്വത്തിൽ ഇപ്പൊ എനിക്ക് ഏത് ഓതിയാ കിട്ടുക എന്നുള്ള ബേജാറ്. എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോൾ ചിലർ പറയും ഞാൻ മൂത്തോക്ക് ഓന് പൊരണ്ടാക്കി കൊടുത്തു വാപ്പയ. ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയ. ഒക്കെ 150 പവൻ കൊടുത്ത് വാപ്പയ. ഓള് പറയും ഓന് പൊരണ്ടാക്കിയ വാപ്പയ. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാര് വീട് വെച്ചെടുത്തു, സ്വത്തുക്കളും അത്യാവശ്യം ഏകദേശം 10-20 കോടി ഉറുപ്പ്യന്റെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും മനസമാധാനമല്ലാണ്ട് ആ കുടുംബം അങ്ങനെ സങ്കടപ്പെട്ട് തച്ച് ഏത് മീറ്റിംഗ് കൂടിയാലും പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ആലോചിക്കും, അൽഹംദുലില്ലാ എന്റെ വാപ്പ അദ്രൈമാൻ ആകെ 28 സെന്റാള്, 8 സെന്റ് കല്ലിട്ടു എനിക്കന്ന് ഞാൻ പോരണ്ടാക്കി, ഇനി 20 സെന്റേ ഉള്ളൂ. ഇത്ര വലിയ മനുഷ്യനാ. സ്വത്ത് കൂടിയതിന്റെ പേരിൽ തല്ലുന്ന കുടുംബങ്ങൾക്ക് പണമാ മുഖ്യം. ആരാ മനുഷ്യരെ കൊണ്ടുപോയത് മുതല്? ലോകം കാൽക്കീലിട്ട് അധികാരത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ 40-ാമത്തെ 39-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണെന്ന് ഞാനും നിങ്ങളും കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുവന്നിട്ടില്ല ഞാനും നിങ്ങളും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ടിരിക്കാനാ. അല്ലാതെ എനക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. 500-1000 രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ കോറത്തുണി അല്ലാത്തതൊന്നും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. അതെപ്പോഴും അവസാനിക്കും. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ലേ, റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കുണ്ടാക്കി തരട്ടെ? അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു പരദേശിയാ. ഈ ദുനിയാവിൽ നമ്മളൊരു പരദേശിയാ. നമ്മളെക്കാളും വലിയമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടയും കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെക്കാൾ സ്വത്തുള്ളവര്, നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര്, നമ്മളെക്കാൾ 1000 സ്വപ്നം കണ്ടവര്. പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. പടച്ചോൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ, ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ ഇരിക്കും തന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ദുനിയാവ്. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചോൻ കൊടുത്ത 63 കൊല്ല. അങ്ങനെയാണ് എനിക്ക് 40 ഇനി 23 കൊല്ലം കിട്ടുമെന്ന് പോലും ഉറപ്പില്ല. 40 കഴിഞ്ഞോലെ ഇനി ഒരു 40 കിട്ടൂലട്ടോ. 50 കഴിഞ്ഞോലെ ഇനി ഒരു 50 ഒന്നും ഉണ്ടാവില്ല. 60 കഴിഞ്ഞോലെ ബേജാറാക്കിയല്ല. 120 പടച്ചോൻ അടുത്ത ആർക്കും കൊടുത്തിട്ടില്ല. ജീവിച്ചതിനേക്കാൾ കുറവാ ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം. ഇനി നമ്മളെ സൗന്ദര്യമാണോ നമ്മൾക്ക് മുഖ്യം? തേച്ചുമിനിക്ക് നടക്കുക ഇന്ന് പലരും. അതുകൊണ്ടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ മോന്റെ ചുണ്ടത്ത് പോലും ചുവപ്പ് കളറ്. ഇന്ന് സർവ്വ കുടുംബങ്ങളിലും അതാ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം, അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭംഗി. എന്തുകൊണ്ടാണ് ജനറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും ഇന്ന് സമുദായത്തിലേക്ക് വന്നത്? സൗന്ദര്യബോധം പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ മനസ്സിലേക്ക്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം കല്യാണം നിശ്ചയിക്കുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നത് ബ്യൂട്ടീഷ്യന്മാരാ. സ്വന്തം മക്കളെ, കറുത്ത മക്കളെ വെളുപ്പിച്ചെടുക്കാനും വെളുത്തതിനെ ഒന്നും കൂടി വെളുപ്പിക്കാനും മറ്റു പല ഭംഗിയിലും ഒരുക്കുമ്പോ ആർക്കെങ്കിലും ചിന്ത വരാറുണ്ടോ ഇത് പടച്ചോന്റെ റസൂലുള്ള വെറുത്ത് പഠിപ്പിച്ചതാണ്? ലഅനത്തുല്ലാ, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുതനമ്മിസാത്തു. ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. അൽ വാസിമാത്തു വൽ മുതവസ്സിമാത്തു. പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. ഞാനല്ലട്ടോ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടർ വരും. ലോകം അവസാനിക്കാറാകുമ്പം അവരുടെ അടയാളം അല്ല വേണ്ടെന്ന് പറഞ്ഞ പലതും അവർ വേണമെന്ന് വെക്കും. ഭംഗിക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അവർ വേഷം കെട്ടും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ പലതും അവർ ചെയ്യും. അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ, ഉള്ളത് അടിച്ചു പൊളിച്ചങ്ങോട്ട് കുളൂസായിട്ട് ജീവിക്കുക. പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടത് മണ്ണിലേക്ക് തന്നെയാണ്. ഈ തടി കുണ്ട വെക്കേണ്ടത് മണ്ണിലേക്കാ. ഇത് മണ്ണോട് ചേരുന്നതാ. അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പം ഗുണം ചെയ്യുന്നത്
പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത നന്മകൾ മാത്രമായി. അതുകൊണ്ട് ആ മരണക്കിടക്കയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞ ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി, എനിക്ക് ഒരു കാര്യത്തെ തൊട്ടേ നിങ്ങളെ ഭയമുള്ളൂ, അദ്ദുനിയാ സീനത്തഹാ, നിങ്ങൾ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കും. ഈ ദുനിയാവിന് ഒരു വിലയും കിട്ടിട്ടില്ല പടച്ചോൻ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ദുനിയാവിന് പടച്ചോൻ ഒരു വില ഇട്ടിട്ടില്ല. ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒരു കൊതുകിനെ ചൂണ്ടി ചോദിച്ചു, സഹാബത്തെ ഈ കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. റസൂൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ. സഹാബാക്കൾ ആ കൊതുകിന്റെ ചിറകിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല റസൂലെ, കാണാൻ മാത്രല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കൊതുകിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എങ്കിൽ അറിഞ്ഞോ സഹാബത്തെ, പടച്ച റബ്ബ് ഈ ദുനിയാവിന് കൊടുക്കുന്നത് ഈ കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും അള്ളാഹ് ദുനിയാവിന് കൊടുത്തിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പുളിക്കലല്ല, മലപ്പുറം ജില്ലയല്ല, കേരളല്ല, ഇന്ത്യയല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ രാജ്യത്തിന്, ഈ ലോകത്തിന് പടച്ചോൻ കൊടുത്ത വില, ആ വില അള്ളാഹു ഈ കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല. അങ്ങനെ വില കൊടുക്കാത്തൊരു സമ്പത്തിന്റെ പേരിൽ നമ്മൾ പറയാ, പൊളിക്കൽ അവിടെ 10 സെന്റ്, ഇവിടെ 20 സെന്റ്, അവിടെ 30 സെന്റ്, ഞാൻ അത്യാവശ്യം വിജയിച്ചോനാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറതു ഖൈറും വഅബ്കാ, വല്ലാഖിറതു ഖൈറും വഅബ്കാ. കാത്തിരിക്കുന്ന ബാക്കിയാവുന്ന പടച്ച റബ്ബിന്റെ ആ പരലോകത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് പോലും പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ ലോകത്ത് പടച്ചോൻ നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായി റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിന് അറിയാൻ വേണ്ടി ആ മനുഷ്യരെ നമ്മളെ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ നിങ്ങൾ പലരെയും കണ്ടേക്കാം, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരെ കണ്ടേക്കാം, പടച്ച റബ്ബിനെ ഭയപ്പെടാത്ത കുടുംബത്തെ കണ്ടേക്കാം, സ്വത്തുക്കളാണ് വലുതെന്ന് കരുതി സ്വത്തിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം. ആരൊക്കെ നിങ്ങൾ കണ്ടാലും, ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ പിയപ്പിക്കാൻ ഒരുങ്ങിയാലും, ഏതൊക്കെ പരസ്യ മോഡലുകളും സിനിമാ നടന്മാരും നിങ്ങളെ കുടുംബത്തിന്റെ അടിവേരറുക്കാൻ, ഏതൊക്കെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രാഷ്ട്രീയ മതപാർട്ടിക്കാരൻ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഒരുത്തന്റെ വലയിലും പെടാതെ, ഒരുത്തന്റെ കരാള ഹസ്തങ്ങളിലും പെടാതെ, ഒരാൾക്കും ജീവിതം എഴുതി കൊടുക്കാതെ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. എന്റെ കബറിൽ, എന്റെ പള്ളിക്കാട്ടിൽ, എന്റെ റബ്ബിന്റെ മുൻപിൽ ഞാൻ ഒറ്റക്കാണെന്ന വിശ്വാസത്തോടുകൂടി റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാവണം, എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ ഉത്തരമുണ്ടാകണം. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വായിട്ടടച്ച് സംസാരിക്കാൻ കിട്ടാതെ തപ്പിത്തടയുന്ന കാഫിരീങ്ങളുടെ കൂടെ, മുർത്തദീങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ പടച്ച റബ്ബ് വെറുത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ചിന്ത. വയലുകൾ ഒരുപാട് കേട്ടതുകൊണ്ടായില്ല, വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ കേട്ടതുകൊണ്ടായില്ല, പ്രസിദ്ധീകരണങ്ങളിലെ മലയാള വാക്കുകൾ വായിച്ചത് കൊണ്ടായില്ല, യൂട്യൂബിലെ പ്രിയപ്പെട്ട മൗലവിമാരുടെ പ്രസംഗങ്ങൾ തെരഞ്ഞുപിടിച്ച് കേട്ടതുകൊണ്ടായില്ല. കേൾക്കുന്ന വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ചേർത്ത് കിടത്തുമ്പോ ബാധ്യതകളില്ലാതെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് അല്ലാഹനെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നമ്മളുടെയും മാറ്റം ആരംഭിക്കുന്നത്. അതിനെന്ത് വേണം? ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. മക്കളെ റബ്ബ് തന്നിട്ടുണ്ടോ? മക്കളാൽ പടച്ചോന്റെ അടുത്ത് തലകുനിക്കേണ്ടി വരരുത്. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ആയത്തോതുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെട്ടു വീഴും. സലാം വിട്ടുന്ന റസൂലുള്ള നമസ്കരിച്ച് ബോധം കെട്ട സഹാബത്തിന്റെ അരികിൽ വന്ന് അല്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് തെളിക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ആ സഹാബത്ത് ഞെട്ടി എഴുന്നേറ്റ് കരയുമ്പം അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട്, എന്തേ സഹാബത്തെ, പട്ടിണി കൊണ്ടാണോ ബോധം കെട്ടത്? എന്താ നിങ്ങൾ ഭയപ്പെടുന്നത്? ആകാശത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് ചുവന്ന കണ്ണുകളുമായി ഭയപ്പെടുന്ന സഹാബത്തിനോട് റസൂല് ചോദിച്ച ചോദ്യം, ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്ത് കണ്ടിട്ടാ നിങ്ങൾ ബോധം കെട്ടത്? അവര് തിരിച്ചു പറഞ്ഞ മറുപടി, നബിയെ, നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പം, നിങ്ങൾ പാരായണം നടത്തുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നു റസൂലേ.
ഏതായിരുന്നു ആ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്ന പുളിക്കലിലെ മഹോന്നതരായ ആളുകളെ, ഒരു ജാറത്തിങ്കലും പോകാത്തവരെ, ഒരു മക്ബറയും മൂടാത്തവരെ, ഒരു മന്ത്രി ചൂതുന്നവന്റെ നേരെയും കൈ നീട്ടിക്കൊടുക്കാത്തവരെ, ജിന്ന് ചികിത്സകളിലോ ഏലസുകളിലോ മന്ത്രങ്ങളിലോ മന്ത്രച്ചരടുകളിലോ ജീവിതം നശിപ്പിക്കാത്ത മുവഹിദീങ്ങളെ, 5 വക്ത് നമസ്കരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവരെ, കഅബാലയം കണ്ടവരെ, തവാഫ് ചെയ്തവരെ, 100 ജനങ്ങളെ സഹായിക്കുന്നവരെ, ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണം. നിന്റെ ഭർത്താവിന്റെ ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ ഒരു നിസ്സാരമായ ബീജത്തിന് നിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തികളിലെ അണ്ടത്തിൽ അള്ളാഹു അള്ളിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളിപ്പിടിപ്പിക്കാത്ത മക്കളില്ലാത്ത 100 കണക്കിന് രക്ഷിതാക്കളിൽ നിന്ന് നിനക്ക് റബ്ബ് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ഖു അൻഫുസകും, നീ നിന്നെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ വാഹിലീക്കും, നിന്റെ കുടുംബത്തെയും നീ സൂക്ഷിക്കണം. ഞാൻ ഖുർആൻ ക്ലാസ് പോകാറുണ്ട്, മക്കളെ കിട്ടാറില്ല. ഞാൻ സുബ്ഹിക്ക് എഴുന്നേൽക്കാറുണ്ട്, മക്കളെ എഴുന്നേൽക്കാറില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, മക്കൾ ഓതാറില്ല. ഞാൻ പർദ്ദടാണ്ട് പുറത്തിറങ്ങാറില്ല, മക്കൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന മാതാക്കളെയല്ല, എന്ന് പറയുന്ന പിതാക്കളെയല്ല. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾക്ക് റബ്ബ് തന്ന മക്കളെ നന്നാക്കാൻ അയൽപ്പക്കക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല, നാട്ടിലെ മൗലവിമാരെ ഏൽപ്പിച്ചിട്ടില്ല, വയലു പറയുന്ന ഉസ്താദുമാരെ ഏൽപ്പിച്ചിട്ടില്ല. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പം എഴുന്നേറ്റെടുക്കുന്ന വാപ്പ തന്റെ മകനെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ ആ നരകത്തെ കാത്തുകൊള്ളണം. ആ മക്കള് കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ ഭയപ്പെടേണ്ടി വരും. ഈ ആയത്ത് കേട്ടപ്പോഴാ സഹാബത്ത് കരഞ്ഞ്. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഉമ്മാരോട്, ഇപ്പൊ നമ്മളെ നാട്ടില് സുബീസ്കാരപ്പളാ 7:15 7:45, ഞായറാഴ്ചയാണെ അതും ഉണ്ടാവില്ല, സ്കാരാവധിയാ. ചില ഉമ്മാരൊക്കെ ധൈര്യത്തോടെ പറയലുണ്ട്, ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. ആ ഒരു ഹദീസിന്റെ ബലത്തിലാ 7ന്റെ മദ്രസയ്ക്ക് പോകുന്നവനോട് 7 മണിക്ക് വിളിച്ചോണ്ടിട്ട് പറയും നിസ്കരിച്ചിട്ട് പോയാൽ മതി, ഉസ്താദിന്റെ അടുത്ത് ഞാൻ മോശാവൂല. എത്ര കുടുംബങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സുബഹി ബാങ്ക് എപ്പോഴാണെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കി. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ, നിങ്ങൾ പുറേ പോയി പ്രശ്നം ഉണ്ടാക്കാനും പറയല്ല. പണ്ടൊക്കെ നാട്ടില് പള്ളിക്ക് ആരും വരാതാകുമ്പോ നമ്മളിങ്ങനെ സുബഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ ചെല്ലും. അടള്ളവനൊക്കെ വിളിച്ചിട്ട് പറയും സുബഹിക്കൊക്കെ ഒരു പള്ളിക്ക് വരണ്ടേ. അപ്പൊ അവൻ പറയും നിങ്ങൾക്കറിയാലോ ബാങ്ക് എത്ര മണിക്കാ? അന്നൊക്കെ ബാങ്ക് 4:28 ആയിരുന്നു, 4:18 അങ്ങനെയൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ട്. 4:18 ബാങ്ക് കൊടുത്താ 4:28 35 നിസ്കാരം, ഒരു 45 ആകുമ്പോഴേക്ക് 4:45 ആകുമ്പോഴേക്ക് നിസ്കാരം കഴിയൂലേ, 4:50 ആകുമ്പോഴേക്ക്. എന്നിട്ട് ഓൻ ചോദിക്കും പിന്നെ നേരം വെളുക്കണേ 6:30 മണിയാണോ? 1.25 മണിക്കൂർ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് കുറച്ച് നിസ്കാരം നോമ്പ് ബാങ്കൊക്കെ കുറച്ച് മുന്നോട്ടാകട്ടെ, ഞാൻ വരും. ഇപ്പത്തെ ബാങ്ക് എന്നറിയാം ഞങ്ങൾക്ക് 5:38 നിസ്കാരം 6 മണിക്കാണ്. ഒന്നും പള്ളിയിൽ ആടുമില്ല. ഇതാ മനുഷ്യന്റെ സ്വഭാവം. നമ്മൾ നമ്മളെ കുടുംബത്തെ പറ്റി ചിന്തിക്കുകയും നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടടക്കാനും പറ്റിയിട്ടില്ലെങ്കിലേ നിസ്കാരവും നോമ്പും ഒക്കെ ഒരു ചെലവില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതാന്ന് പടച്ചോനെ ഞങ്ങൾ ബോധ്യപ്പെടും. ഞാൻ എന്റെ മുൻപൊരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പുവൽക്കലും മാത്രമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും. അതിന്റെ അർത്ഥം അത് വേണ്ടാന്നല്ല. കാരണം നിസ്കരിക്കാനും നോമ്പുവൽക്കാനൊന്നും വലിയ ചെലവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പുളിക്കൽ അങ്ങാടിയിൽ നാളെ മുതൽ ഒതുവിന് 250 റുപ്യയും നിസ്കാരത്തിന് 500 റുപ്യ അവിടെ ഒരാഴ്ച കൊണ്ട് കൂട്ടേണ്ടി വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് പരസ്പരം സ്നേഹിച്ച് പടച്ചോനെ മനസ്സ് കണ്ട് ജീവിക്കല, അതാ ഈമാൻ. അതല്ലേ റബ്ബും പറഞ്ഞത് ലൈസൽ ഇനാ അൻ കസ്റത്തിൽ അല്ലാഹു വലാകിനൽ ഇനാ ഇനൻ നഫ്സ്. 1 കോടി ഉറുപ്പിന്റെ മുതൽ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ യഥേഷ്ടം ഒരു മേശ നിറച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് തിന്നുമ്പോൾ ചിലർക്ക് മനസ്സ് നിറയൂല, മനസ്സ് ബേജാറായിട്ട് തിന്നാൻ പറ്റൂല. എന്നാൽ അതേ സ്ഥാനത്ത് സ്വന്തം പുരയിലുള്ള ഒരു കഞ്ഞി ഒരു ചെറിയ ചമ്മന്തിയും കുട്ടിയിട്ട് കുഴച്ച് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാ ജീവിതം എന്നാ റബ്ബ് പറഞ്ഞ്. ആ സൗന്ദര്യമാണ് ജീവിതം. അതിനെന്ത് വേണം? ആദ്യം ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് പടച്ചോൻ തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാ അള്ളാഹു ഓരോ ബന്ധങ്ങളും നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. ആ ബന്ധങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു തുടങ്ങണം. ഏത് ബന്ധങ്ങളും